കഴിഞ്ഞ ദിവസം ലോക്സഭയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ചർച്ച നടന്നു. ഒരു ബില്ലിന്മേലുള്ള ചർച്ച. ആ ബില്ല് വരാൻ തന്നെയുള്ള കാരണം നമുക്കൊക്കെ അറിയാം. നീറ്റ് പരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർന്നത് മറ്റു പരീക്ഷകളിലും ഇതുപോലെയുള്ള സമാനമായ സംഭവങ്ങൾ ഉണ്ടായതൊക്കെയാണ്. അതിനുശേഷം കോക്രോച്ച് ജനതാ പാർട്ടി വലിയ പ്രക്ഷോഭം സംഘടിപ്പിക്കുകയും അതിന് പ്രതിപക്ഷ പാർട്ടികളുടെ പൂർണ്ണ പിന്തുണ ലഭിക്കുകയും അവസാനം വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കുകയും ചെയ്തു. അങ്ങനെയാണ് ഈ പരീക്ഷയ്ക്കൊക്കെ ഒരു കൃത്യമായ രൂപമുണ്ടാകണമെന്നും അതിൽ മാൽ പ്രാക്ടീസുകൾ നടക്കാതിരിക്കണമെന്നും ഉദ്ദേശിച്ചുകൊണ്ട് ബില്ലിൽ നേരത്തെ ഉണ്ടായിരുന്ന 2024 ഉണ്ടായിരുന്ന ബില്ലിൽ ഒരു ഭേദഗതികൾ കൊണ്ടുവരാൻ കേന്ദ്ര സർക്കാർ തീരുമാനിക്കുകയും ആ ബില്ല് ചർച്ചയാവുകയും ചെയ്തത്. അതായത് ഈ രാജ്യം ഉറ്റുനോക്കിയിരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ബില്ലും അതിന്മേലുള്ള ചർച്ചയുമാണ് കഴിഞ്ഞ ദിവസം ലോക്സഭയിൽ അവസാനിച്ചത്. പക്ഷേ ലോക്സഭയിൽ ഈ വിഷയം മണിക്കൂറുകളോളം ചർച്ച ചെയ്തിട്ടും അവിടെ ഉണ്ടാകേണ്ടിയിരുന്ന 2 പേർ അവിടെ ഉണ്ടായില്ല എന്നുള്ളതാണ്. അതിലൊന്ന് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും രണ്ടാമത്തേത് ആഭ്യന്തരമന്ത്രി അമിത്ഷായുമാണ്. സ്വാഭാവികമായും ഈ ബില്ലിൻ്റെ ചർച്ചയിൽ അന്ന് നടന്ന ജന്തർ മന്ദറിലും പരിസരത്തുമൊക്കെ നടന്ന പോലീസ് ആക്ഷൻ ചർച്ചയ്ക്ക് വരുമെന്നുള്ള കാര്യം ഉറപ്പായിരുന്നു. ജന്തർ മന്ദറിൽ മാത്രമല്ല മറ്റ് സംസ്ഥാനങ്ങളിലും പ്രത്യേകിച്ച് ബീഹാറിൽ AK-47 ഉപയോഗിച്ചതടക്കമുള്ള വിഷയങ്ങൾ സഭയിൽ വരുമെന്നുള്ള കാര്യം ഉറപ്പായിരുന്നു. അതിനൊക്കെ ഉത്തരം പറയേണ്ടിയിരുന്ന ഉത്തരവാദപ്പെട്ട ആൾ ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായിരുന്നു. പക്ഷേ അദ്ദേഹത്തെ സഭയിൽ എവിടെയും കണ്ടില്ല. അദ്ദേഹം എവിടെയെന്ന രാഹുൽ ഗാന്ധിയുടെ ചോദ്യത്തോട് പ്രകോപിതരാകാൻ മാത്രമേ ഭരണപക്ഷത്തിന് കഴിയുകയും ചെയ്തുള്ളൂ. ഇപ്പോഴും അമിത്ഷാ എവിടെയാണുള്ളത് എന്നുള്ള ചോദ്യം അവശേഷിക്കുകയാണ്. അജിംസ്, അമിത്ഷാ എവിടെയായിരിക്കും? അമിത്ഷാ ഡൽഹി തന്നെയുണ്ട്. അദ്ദേഹം കഴിഞ്ഞ ദിവസം 4-5 ദിവസം മുമ്പാണ് അദ്ദേഹം പാർലമെന്റിൽ വന്നിരുന്നു. ഈ പ്രൊട്ടസ്റ്റ് നടക്കുന്ന സമയത്ത്, അതായത് 20-ാം തീയതി മുതൽ 25-ാം തീയതി വരെയുള്ള ഏതോ ഒരു ദിവസം അദ്ദേഹം പാർലമെന്റ് മന്ദിരത്തിൻ്റെ അവിടെ കാറിൽ ഒരു 30ഓളം കാറുകളുടെ കൂട്ടത്തിൽ അദ്ദേഹം വന്നിറങ്ങുന്നു. അദ്ദേഹം ഒരു ധോത്തിയും പൈജാമയും ധരിച്ചിട്ടുണ്ട്. ഗോദി മീഡിയകളുടെ മുമ്പിലാണ് അദ്ദേഹം വന്നിറങ്ങുന്നത്. അപ്പോൾ അദ്ദേഹത്തോട് സ്വാഭാവികമാണ് ജന്തർ മന്ദറിൽ പ്രൊട്ടസ്റ്റ് നടക്കി അതിനെതിരെ പോലീസ് ആക്ഷൻ ഉണ്ടാവുകയും ചെയ്ത ആ ദിവസമാണെന്ന് തോന്നുന്നത്. അപ്പോൾ മാധ്യമങ്ങൾ സ്വാഭാവികമായിട്ടും ചോദിക്കുക ആ പ്രൊട്ടസ്റ്റിനെ പറ്റി, അത് പോലീസ് അടിച്ചമർത്തതിനെ കുറിച്ചാണല്ലോ. പക്ഷേ കൗതുകരം എന്താണെന്ന് വെച്ചാൽ ഗോദി മീഡിയ ചോദിച്ചത് ഈ ധോത്തി ആസാമിൽ നിന്ന് വാങ്ങിയതാണോ എന്നാണ്. പറഞ്ഞാൽ അല്ല, ആസാമല്ല. അത് ആസാമിൽ നിന്നാണെന്ന് തോന്നുന്നല്ലോ. ഭയങ്കര ഗൗരവമുള്ള ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. നല്ല രസമായിട്ടുണ്ടല്ലോ, പുതിയ ഔട്ട്ഫിറ്റിലാണല്ലോ എന്നൊക്കെയാണ് അമിത്ഷായോട് ഗോദി മീഡിയ ചോദിക്കുന്നത്. അതാണ് അദ്ദേഹം പ്രത്യക്ഷപ്പെടുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ വരുന്നുണ്ട്, പാർലമെന്റിൽ വരുന്നില്ല എന്നേ ഉള്ളൂ. ഇന്ന് പാർലമെന്റിൽ വന്നിട്ടുണ്ട്, ഫ്ലോറിൽ വന്നില്ല എന്നേ ഉള്ളൂ. അദ്ദേഹം പാർലമെന്റ് മന്ദിരത്തിലുണ്ട്, അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ വരുന്നുണ്ട്, അദ്ദേഹം തിരിച്ചു പോകുന്നുണ്ട്. പക്ഷേ പാർലമെന്റിൽ അദ്ദേഹം ചോദ്യം എടുക്കുകയോ ചോദ്യങ്ങൾക്ക് മറുപടി കൊടുക്കുകയോ ചെയ്യുന്നില്ല. അപ്പോൾ അമിത്ഷാ അങ്ങനെ പാർലമെന്റ് സ്കിപ്പ് ചെയ്യുന്ന ആളൊന്നുമല്ല, പ്രധാനമന്ത്രിയെ പോലെ. അദ്ദേഹം മിക്കവാറും സഭയിൽ വരികയും അത് കേട്ടിരിക്കുകയും ആവശ്യമുള്ളപ്പോൾ റെസ്പോണ്ട് ചെയ്യുന്ന ആളാണ്. പക്ഷെ ഇപ്പോൾ ബോധപൂർവ്വം അദ്ദേഹം മാറി നിൽക്കുന്നതാണെന്ന് അദ്ദേഹത്തിൻ്റെ ഈ സഭയിലെ അറ്റൻഡൻസ് നോക്കിയാൽ മനസ്സിലാവും. നല്ല അറ്റൻഡൻസ് ഉള്ള ആളാണ് അമിത്ഷാ. അപ്പോൾ അദ്ദേഹം ബോധപൂർവ്വം മാറിയിരിക്കുകയാണ്. എന്തുകൊണ്ട് ബോധപൂർവ്വം മാറിയിരിക്കുന്നു ചോദിച്ചാൽ, ഇപ്പോൾ ഈ കഴിഞ്ഞ 12 വർഷമായിട്ട് പലവിധ പ്രൊട്ടസ്റ്റുകൾ ഉണ്ടായിട്ടുണ്ട്. ആ പ്രൊട്ടസ്റ്റുകളൊക്കെ പോലീസ് ആക്ഷൻ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ CA പ്രൊട്ടസ്റ്റ് ഓർമ്മയുണ്ടാവും. രാജ്യത്തെമ്പാടും പ്രൊട്ടസ്റ്റ് നടന്നു. ഷഹീൻ ബാഗിൽ സവിശേഷം അതിൻ്റെ എപ്പി സെൻറ്റർ എന്ന് പറയാവുന്ന പ്രൊട്ടസ്റ്റ് അവിടെയാണ് നടന്നത്. ഡൽഹിയിൽ തന്നെ പോലീസിൻ്റെ ആക്ഷൻ എന്തെല്ലാമായിരുന്നു. യൂണിവേഴ്സിറ്റിയിൽ കയറി അടിക്കുന്നു, ജാമ്യ മില്ലിയയിൽ പോലീസ് കയറുന്നു, വെടിവെക്കുന്നു. പോലീസ് വെടിവെക്കുന്നു പോരാഞ്ഞിട്ട് UP നിന്നും ഹരിയാന നിന്നൊക്കെ ആളുകൾ വന്ന് തോക്കെടുത്ത് പ്രക്ഷോഭകർക്ക് കയറി വെടിവെക്കുന്നു. പലതരത്തിലുള്ള അതിക്രമങ്ങളുണ്ടായി. പക്ഷേ അന്നൊന്നും ഉയരാത്ത രീതിയിൽ പോലീസ് അതിക്രമത്തെക്കുറിച്ചുള്ള ചോദ്യം ഇപ്പോൾ ഉയരുന്നു എന്നുള്ളതാണ് പ്രശ്നം. അപ്പോൾ അന്ന് ചോദ്യം ഉയരുകയാണ്, എന്തിന് പോലീസ് NRC CA പ്രൊട്ടസ്റ്റേഴ്സിനെ വെടിവെച്ചു എന്ന് വെച്ചാൽ അമിത്ഷായ്ക്ക് ഉത്തരവുണ്ട് പറയാൻ. അതിൽ നുഴഞ്ഞു കയറിയ തീവ്രവാദികളുണ്ട്, രാജ്യവിരുദ്ധ ശക്തികളുണ്ട്, വിദേശ ഫണ്ട് വാങ്ങിയിട്ടുള്ള അർബൻ നക്സലുകളുണ്ട്. അവരെയൊക്കെ ഞങ്ങൾ എന്ത് ചെയ്യും? തോക്കുപയോഗിച്ച് വെടിവെക്കും, അവരെ നേരിടും എന്ന് പറഞ്ഞാൽ തീർന്നു. പിന്നെ അവിടെ രണ്ടാമതൊരു ക്വസ്റ്റ്യൻ ഉയരാൻ പോകുന്നില്ല. അവർ വെടികൊള്ളപ്പെടേണ്ടവരാണെന്നും വെടിവെച്ച് കൊല്ലപ്പെടേണ്ടവരാണെന്നുള്ള ഒരു പൊതുബോധം നിലനിൽക്കുന്ന രാജ്യമാണ് ഇന്ത്യ. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ഇതിപ്പോൾ ആരും അങ്ങനെ വലിയൊരു കൂട്ടക്കൊലപാതകത്തിലേക്ക് നയിച്ച വെടിവെപ്പൊന്നും ഉണ്ടായിട്ടില്ല. പോലീസ് തല്ലിയിട്ടുണ്ട്, നിരവധി വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റിട്ടുണ്ട്, പെല്ലറ്റ് ഉപയോഗിച്ച് വെടിവെച്ചിട്ടുണ്ട്. അതും രാഹുൽ ഗാന്ധി കാണിച്ചിട്ടുള്ളതാണ്. ആണി തറച്ച ലാത്തി ഉപയോഗിച്ച് തല്ലിയിട്ടുണ്ട്, അങ്ങനെ പരിക്കേറ്റിട്ടുണ്ട് വിദ്യാർത്ഥികൾക്ക്. ശരിയാണ്. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, CJP അതൊരു വലിയ പ്രശ്നമായിട്ട് ഉയർത്തുന്നില്ല. ഇപ്പോൾ അഭിജിത് ദീപ്കെ പോലീസ് ഞങ്ങളെ തല്ലിയല്ലോ, അതിനെക്കുറിച്ച് അവർ ആദ്യം സംസാരിക്കുന്ന ആരാ? രാഹുൽ ഗാന്ധിയാണ്. ഇതാണ് 2 രാഷ്ട്രീയം തമ്മിൽ വ്യത്യാസം. എന്തുകൊണ്ട് CJP അതിൽ ഒന്നില്ല പറഞ്ഞാൽ CJPയെ സംബന്ധിച്ച് അത് അവർ പ്രതീക്ഷിച്ചതാണ്.
പോലീസ് അക്രമം അവർ പ്രതീക്ഷിച്ചതാണ്. കല്ല് ലോഡ് കണക്കിന് കൊണ്ടുവന്നിറക്കിയ ട്രക്ക് നമുക്കറിയാം. ആ കല്ലേറ് ആര് നടത്തുമായിരുന്നെന്നും പിന്നീട് അത് എന്തിലേക്ക് പോകുമായിരുന്നു അവർക്കറിയാമായിരുന്നു. അതിലേക്ക് പോകാതെ കേവലം ലാത്തി ചാർജിലോ പെല്ലറ്റിലോ മാത്രം അവസാനിച്ചതിൽ അവർക്ക് ആശ്വാസമായിരിക്കാം. പക്ഷേ രാഹുൽ ഗാന്ധി ഇത് സവിശേഷമായി ഉന്നയിക്കുന്നതിന് കൃത്യമായ രാഷ്ട്രീയമുണ്ട്. കാരണം ഈ തല്ലുകൊണ്ടവർ അല്ല അദ്ദേഹത്തിൻ്റെ അഭിസംബോധകർ, തല്ലുകൊണ്ടവരുടെ മാതാപിതാക്കളാണ്, പേരൻസാണ്. അപ്പോൾ ഈ തല്ലുകൊണ്ടത് ആരാണ്? തല്ലുകൊണ്ടത് CAA NRC പ്രൊട്ടസ്റ്റിലെയോ അല്ലെങ്കിൽ കർഷക സമരത്തിലെയോ അല്ലെങ്കിൽ രോഹിത് വെമുല സമരത്തിലെയോ പോലെ അല്ലെങ്കിൽ ഉന്നാവോ സമരത്തിലേതോ പോലെ ഉള്ള ആളുകളല്ല. ഈ തല്ലുകൊണ്ട കുട്ടികൾ വരുന്നത് BJPക്ക് വോട്ട് ചെയ്യുന്ന BJP വോട്ടർമാരുടെ വീടുകളിൽ നിന്നുള്ളവരാണ്. ആ തല്ലുകൊണ്ടപ്പോൾ വേദനിച്ചത് BJP വോട്ട് ബാങ്കിനാണ് എന്ന് നന്നായിട്ട് രാഹുൽ ഗാന്ധിക്ക് അറിയാം. അതുകൊണ്ട് രാഹുൽ ഗാന്ധി അതിൽ തന്നെ സവിശേഷമായി പ്രസ് ചെയ്യുന്നു, അത് നിരന്തരം ഉന്നയിക്കുന്നു. ആ വിദ്യാർത്ഥികളെ വാർത്താ സമ്മേളനത്തിൽ കൊണ്ടുവരുന്നു, പാർലമെൻറ്റിൽ ഈ വിഷയം ഉന്നയിക്കുന്നു. അമിത്ഷാ വന്നു കഴിഞ്ഞാൽ ഇതിനെ ന്യായീകരിച്ച് മറുപടി പറയാൻ പറ്റില്ല. ന്യായീകരിച്ച് മറുപടി പറഞ്ഞാൽ ബ്ലീഡ് ചെയ്യുന്നത് BJPയുടെ വോട്ട് ബാങ്കാണ് എന്ന് അമിത്ഷായ്ക്ക് നന്നായിട്ട് അറിയാം. ഇനി ഇതിനെ എതിർത്ത് പറയാനും പറ്റില്ല. എതിർത്ത് പറഞ്ഞാലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഇന്നലെ സംസാരിച്ചതുപോലെ ഈ സംഘപരിവാർ റൈറ്റ് വിങ് എക്കോസിസ്റ്റത്തിൽ ബ്ലീഡ് ചെയ്യും. അപ്പോൾ അവരെ തല്ലണ്ടേ? പ്രധാനമന്ത്രിയെ ചീത്ത വിളിച്ചവരല്ലേ അവർ? പ്രധാനമന്ത്രിയെ തെറി പറയുന്നവരല്ലേ? ധർമ്മേന്ദ്ര പ്രധാനെ ചീത്ത വിളിച്ചവരല്ലേ? അശ്ലീല വാക്കുകൾ ഉപയോഗിക്കുന്നവരല്ലേ? സംസ്കാരരഹിതമായി പെരുമാറുന്നവരല്ലേ? ക്ലീവേജ് കാണിക്കുന്ന വിധത്തിൽ ഡ്രസ്സ് ധരിക്കുന്നവരല്ലേ? ഇങ്ങനെയുള്ളവരെ തല്ലുകൊള്ളണ്ടേ? ഇവരെ കാർബൺ നെക്സലുകളല്ലേ എന്ന ചോദ്യങ്ങൾ വരും. അപ്പോൾ ഈ ഒരു കൺഫ്യൂഷൻ സംഘപരിവാർ എക്കോസിസ്റ്റത്തിൽ, റൈറ്റ് വിങ് എക്കോസിസ്റ്റത്തിൽ ഉള്ളതുപോലെ തന്നെ സർക്കാരിനുമുണ്ട്, അമിത്ഷായ്ക്കുമുണ്ട്. എന്ത് ചെയ്യണം എന്നുള്ളൊരു പ്രശ്നമുണ്ട്. ഇന്ന് ഡിജിറ്റൽ മീഡിയ രംഗത്ത് ജോലി ചെയ്യുന്ന ഒരു എൻ്റർപ്രണറാണ്. സംഘപരിവാർ അനുകൂലിയാണ്, BJP വോട്ടറാണ്. അദ്ദേഹത്തെ ഒരു ട്വീറ്റ് ഉണ്ട്, ഭയങ്കര രസകരമാണ്. അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, എൻ്റെ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന മകൻ ഈ സ്റ്റുഡൻറ്റ് പ്രൊട്ടസ്റ്റുമായി ബന്ധപ്പെട്ട് എന്നോട് സംസാരിക്കുമായിരുന്നു. അവൻ അതിനെ അനുകൂലിക്കുകയാണ്, പ്രൊട്ടസ്റ്റിനെ, CJPയുടെ പ്രൊട്ടസ്റ്റിനെ. അപ്പോൾ എനിക്ക് കൗതുകം തോന്നുന്നു, എന്തിനാണ് ഇവൻ ഇതിനെ അനുകൂലിക്കുന്നത്. അപ്പോൾ ഞാൻ അവനോട് സംസാരിച്ചപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. കാരണം 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി എന്നോട് അവൻ ജനിക്കുന്നതിന് മുമ്പുള്ള 2002 ഗുജറാത്ത് കലാപത്തെക്കുറിച്ച് സംസാരിക്കുന്നു. ഞാൻ വിദ്യാർത്ഥിയായിരുന്നപ്പോൾ ഉണ്ടായിരുന്ന ബാബരി മസ്ജിദ് ഡെമോളിഷനെ കുറിച്ചും രാമജന്മഭൂമി ക്ഷേത്രത്തെക്കുറിച്ചും സംസാരിക്കുന്നു. അപ്പോൾ എനിക്ക് ഞാൻ രോഷാകുലനായി. ഞാൻ അവൻ്റെ മുമ്പിൽ രോഷം കാണിച്ചില്ല. ഞാൻ അവൻ്റെ സ്കൂളിൽ പോയി. നോയിഡയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രൈവറ്റ് സ്കൂളിലാണ് അവൻ പഠിക്കുന്നത്. ഞാൻ അവരുടെ പ്രിൻസിപ്പാലിനെ കണ്ടു, ക്ലാസ് ടീച്ചറെ കണ്ടു. ഇതൊക്കെ എൻ്റെ കുട്ടി എങ്ങനെ അറിഞ്ഞു, ആരാണ് ഇതിന് പിന്നിൽ എന്ന് ഞാൻ ചോദിച്ചപ്പോൾ ഞാൻ അത് അന്വേഷിച്ച് കണ്ടുപിടിച്ചു. അവൻ്റെ ക്ലാസ് ടീച്ചറാണ്, പൊളിറ്റിക്കൽ സയൻസും പഠിപ്പിക്കുന്നുണ്ട് അവർ ഒരു ലെഫ്റ്റിസ്റ്റാണ്. ഇവർ ലെഫ്റ്റിസ്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് സെക്യുലർ ആയിട്ടുള്ളൊരു മനുഷ്യനായിരിക്കും. അവരാണ് ഇതുവരെ പഠിപ്പിച്ചതെന്ന് ഞാൻ കണ്ടെത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് വളരെ രോഷാകുലനായി പോസ്റ്റ് എടുക്കുകയാണ്. അതായത് ന്യൂ ജെൻ പിള്ളേർ, അതായത് BJP വോട്ട് ബാങ്കുള്ള വീടുകളിൽ നിന്ന് വരുന്ന കുട്ടികൾ പോലും BJPയുടെ ഡിവിസീവ് പൊളിറ്റിക്സിനെ തള്ളിക്കളയുന്നു. അവർ ജനിക്കുന്നതിന് മുമ്പുള്ള കാര്യങ്ങളെക്കുറിച്ച് അവർ പഠിക്കുന്നു. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സോഷ്യൽ മീഡിയ പരിശോധിച്ച് കഴിഞ്ഞാൽ ഫേസ്ബുക്കിലോ എക്സിലോ ഒന്നും നമുക്ക് ഗുജറാത്ത് കലാപത്തെക്കുറിച്ചോ ബാബരി മസ്ജിദ് ഡെമോളിഷനെ കുറിച്ചോ ഒന്നും കാണാൻ കഴിയില്ല. പക്ഷെ നിങ്ങൾ ഇൻസ്റ്റയിലേക്ക് വരിക, ഇൻസ്റ്റയിൽ ഈ കുട്ടികൾ ഇത് തന്നെയാണ് പറയുന്നത്. കഴിഞ്ഞ 12 വർഷത്തെ രാജ്യത്ത് നിലനിൽക്കുന്ന ഒരു പൊളിറ്റിക്കൽ നറേറ്റീവിനെ പൂർണ്ണമായി അവർ തള്ളിക്കളയുന്നു. അത്തരത്തിലുള്ള കൾച്ചറൽ സയൻസിനെ പോലും അവർ തള്ളിക്കളയുന്നു. ഞാൻ മുമ്പ് ഒരു ദിവസം പറഞ്ഞിരുന്നു, ഈ ജെൻസി പ്രൊട്ടസ്റ്റിൽ നമ്മൾ സവിശേഷമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അവിടെ നിന്ന് പുറപ്പെടുന്ന റീലുകളുണ്ടല്ലോ, അവിടെ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന റീലാണ്, അതിന് ശേഷം ഉൽപ്പാദിപ്പിക്കുന്ന റീലുകളാണെങ്കിലും നിങ്ങൾ കഴിഞ്ഞ 12 വർഷം ഇന്ത്യയിൽ ഇറങ്ങിയ പാട്രിയോട്ടിക് സിനിമകളിൽ ഒരു സോങ് പോലും നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. 12 വർഷം ഒരുപാട് സിനിമകൾ ഇറങ്ങി, ഒരുപാട് സോങ്സ് ഇറങ്ങി, ഹിറ്റായിട്ടുള്ള സിനിമകൾ ഇറങ്ങി. ഒരു സോങ് പോലും നിങ്ങൾക്ക് കഴിഞ്ഞ 12 വർഷത്തിൽ നിന്ന് കാണാൻ കഴിയില്ല. നിങ്ങൾക്ക് ഒരു 2012 മുതൽ ബാക്കിലേക്കുള്ള സിനിമകളുടെ സോങ്ങുകളെ കാണാൻ കഴിയും. അതിൽ നിന്നുള്ള റെഫറൻസ് പോലുമേ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഈ സിനിമകളെപ്പോലും അവർ എന്ത് ചെയ്യുന്നു, നിരാകരിക്കുന്നു. അപ്പോൾ ഇത്രയും ഒരു ജനറേഷൻ പൂർണ്ണമായി തങ്ങളുടെ വോട്ട് ബാങ്കാണെന്ന് നമ്മൾ കരുതുന്ന ഒരു തരത്തിലും വർഗീയവൽക്കരണ പ്രചാരണം പോലും നടത്തേണ്ടതില്ലാത്ത വിധം അവരെ പഠിപ്പിക്കുന്ന പുസ്തകമൊക്കെ നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്നതാണല്ലോ, NCERT ഉണ്ടാക്കി കൊടുക്കുന്നതാണ്, CBSE ആണ് പഠിപ്പിക്കുന്നത്. ഇനിയിപ്പോൾ കോളേജ് പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ UGC നമ്മുടെ കയ്യിലാണ്, സർവകലാശാലകളിലെ വൈസ് ചാൻസലർമാർ നമ്മുടേതാണ്. ഇന്നിപ്പോൾ പാർലമെൻറ്റിൽ മല്ലികാർജ്ജുൻ ഖാർഗെ പറഞ്ഞതുപോലെ യൂണിവേഴ്സിറ്റികളിൽ നമ്മൾ മനുസ്മൃതി ഉൾപ്പെടെ പഠിപ്പിക്കുന്നുണ്ട്. എന്നിട്ടും ഈ തലമുറ നമ്മുടെ രാഷ്ട്രീയത്തെ തള്ളിക്കളയുന്നു. അവർ ലെഫ്റ്റ് ഇവർ ലെഫ്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് സെക്യുലർ ഐഡിയോളജി പിന്തുടരുന്നു എന്ന് വരുന്നത് എത്രമാത്രം ഭീകരമാണ് എന്നൊരു കൺഫ്യൂഷൻ ഈ ഇൻസ്റ്റിറ്റ്യൂഷന് മൊത്തം, ഈ എസ്റ്റാബ്ലിഷ്മെൻറ്റ് മൊത്തമുണ്ട്. ഈ പൊളിറ്റിക്കൽ എസ്റ്റാബ്ലിഷ്മെൻറ്റ് മൊത്തം കൺഫ്യൂസ്ഡാണ്. ഈ കൺഫ്യൂഷനാണ് അമിത്ഷായ്ക്കുള്ളത്. അമിത്ഷാ വന്നിട്ട് എന്ത് മറുപടി പറഞ്ഞാലാണ് പ്രശ്നം പരിഹരിക്കുക? ഈ തല്ലിയതിനെ ന്യായീകരിക്കണമോ, അതല്ല എതിർത്ത് സംസാരിക്കണമോ, അന്വേഷണം പ്രഖ്യാപിക്കുമെന്ന് പറയണമോ, കർശന നടപടി സ്വീകരിക്കുമെന്ന് പറയുന്നു? ഇനിയും പ്രൊട്ടസ്റ്റ് ചെയ്താൽ തല്ലുമെന്ന് പറയണോ, അത് തല്ലില്ല, നിങ്ങൾ പ്രൊട്ടസ്റ്റ് ചെയ്തോളൂ എന്ന് പറയുന്നു? ഇവിടെ ഒരു മറുപടിയില്ല ഭരണകൂടത്തിന്. ആ മറുപടിയില്ലായ്മ കൊണ്ടാണ് വരാതിരിക്കുന്നത്. അപ്പോൾ രാഹുൽ ഗാന്ധി വീണ്ടും പ്രകോപിപ്പിക്കുകയാണ്.
അമിത്ഷാ ഭയക്കുകയാണ് എന്ന് പറയുന്നത്. അമിത്ഷായ്ക്ക് ഭയമല്ല, കൺഫ്യൂഷനാണ്. അപ്പോൾ രാഹുൽ ഗാന്ധിയുടെ ഈ പ്രൊവോക്കേഷൻ, അതായത് അമിത്ഷാ ഭയന്ന് നിൽക്കുകയാണെന്നുള്ള പ്രൊവോക്കേഷന് BJPയുടെ പുതിയ പ്രൊപ്പഗണ്ട വരുന്നുണ്ട്, ഒരു പ്രചാരണം വരുന്നുണ്ട്. പഴയൊരു വീഡിയോ അദ്ദേഹത്തിൻ്റെ, നിങ്ങളുടെ മുത്തശ്ശിയെ ദാദിയെ ഞാൻ ഭയന്നിട്ടില്ല, പിന്നെയാണോ നിങ്ങളെ എന്ന് പണ്ട് എപ്പോഴും ചോദിക്കുന്ന ഒരു വീഡിയോ ഇപ്പോൾ റീസർഫേസ് ചെയ്യുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഭയമല്ല അമിത്ഷായ്ക്കുള്ളത്. അമിത്ഷാ ഭയക്കുന്നതല്ല ചെയ്യുന്നത്, അമിത്ഷാ കൺഫ്യൂഷനാണ്. അമിത്ഷാ ഭയക്കുന്നുണ്ടെങ്കിൽ അത് രാഹുൽ ഗാന്ധിയല്ല, പകരം അമിത്ഷായുടെ തന്നെ വോട്ട് ബാങ്കിനെയാണ്. അവർക്ക് ബ്ലീഡ് ചെയ്തിട്ടുണ്ട് ഈ സംഭവം എന്നുള്ളത് അമിത്ഷായ്ക്ക് നന്നായിട്ട് അറിയാം. പാർലമെൻറ്റിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബില്ല് എന്ന് അവർ തന്നെ അവകാശപ്പെടുന്ന ഒരു ബില്ലാണ് ചർച്ച ചെയ്തത്. പക്ഷേ ആ ബില്ലിൽ ഇനി പോട്ടെ, അമിത്ഷാ വന്നില്ല. ഒരു ദിവസം അല്ലെങ്കിൽ ഒരു മണിക്കൂറെങ്കിലും നമ്മുടെ പ്രധാനമന്ത്രി അവിടെ വേണ്ടിയിരുന്നില്ലേ? പ്രധാനമന്ത്രിയുടെ പാർലമെൻ്ററി പ്രസൻസ് നേരത്തെ തന്നെ വളരെ കുറവാണല്ലോ. നേരത്തെ എന്ന് പറയുമ്പോൾ അദ്ദേഹം ഗുജറാത്ത് മുഖ്യമന്ത്രി ആയിരിക്കുന്ന സമയത്ത് ഏറ്റവും കുറച്ച് നിയമസഭാ ദിവസങ്ങൾ സമ്മേളിച്ചിട്ടുള്ള ഇന്ത്യയിലെ തന്നെ നിയമസഭകളുടെ കണക്കെടുത്ത് നോക്കിയാൽ ഇദ്ദേഹം ഗുജറാത്ത് മുഖ്യമന്ത്രി ആയിരിക്കുമ്പോഴുള്ള ഗുജറാത്ത് നിയമസഭകളാണ്. ഇനി സമ്മേളിച്ച ദിവസങ്ങൾ തന്നെ അദ്ദേഹം വളരെ അപൂർവമായിട്ട് ഇവർക്ക് ചില നിശ്ചിത ദിവസം വരണം എന്നുള്ളതുണ്ടല്ലോ, അത്രയും ദിവസങ്ങളല്ലാതെ അദ്ദേഹം വരാറില്ല. ഇതൊക്കെ വെറുതെ വേസ്റ്റേജ് ഓഫ് ടൈം എന്ന് വിചാരിക്കുന്ന ആളാണ്. ഇവിടെ വന്നിട്ട് ഇങ്ങനെ ഇതിൻ്റെ ബിസിനസ്സും റൂൾസും സംഗതികളും സ്പീക്കറെ നോക്കി സാർന്ന് വിളിക്കുക, എന്നിട്ട് അപ്പുറത്തുനിന്നുള്ള ഇതിന് മറുപടി പറയുക, ആ ജാതി പരിപാടിക്കൊന്നും അദ്ദേഹം പണ്ടേ നിൽക്കാറില്ല. വളരെ അനിവാര്യമായ സന്ദർഭങ്ങളിൽ വരും. നമുക്കറിയാം ഈ മണിപ്പൂർ ഇഷ്യൂ ഒക്കെ ഉണ്ടായ സമയത്ത് ഈ വലിയ ഡിബേറ്റ് നടക്കുമ്പോൾ അദ്ദേഹം ഇല്ല. പക്ഷേ അവസാനം ഒരു ദിവസം വരും, ഒരു നെടുങ്കൻ പ്രസംഗം അങ്ങോട്ട് കാച്ചും. അതിൽ പാർലമെൻറ്റിൽ പറഞ്ഞ വിഷയങ്ങളൊന്നും അഡ്രസ്സ് ചെയ്യില്ല. നെഹ്റു എന്തൊക്കെയോ ചെയ്തെന്ന് പറഞ്ഞിട്ടാണ് പ്രസംഗിക്കുക. ഇത് അദ്ദേഹത്തിൻ്റെ പാർലമെൻറ്ററി പ്രാക്ടീസ്. അവസാനത്തെ വരിയിൽ എന്തെങ്കിലും പറഞ്ഞു പോകും. അത് മണിപ്പൂർ സംഭവത്തിൽ അങ്ങനെ ഉണ്ടായതല്ലേ? ഹമാര ബഹനമാണ് എന്ന് പറയും. അതൊക്കെ നമ്മളെ ബഹനമാണ്, നമ്മൾ അടിപൊളി, അവരൊക്കെ എന്താണ് സബ്കാ പ്രയാസ് സബ്കാ വികാസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെയുള്ള സ്ഥിരം ഒരു ടെംപ്ലേറ്റാണത്. അവസാന ദിവസം വരും, അത് നൗഫൽ പ്രയാസപ്പെടേണ്ട. ഒരു നെടുങ്കൻ പ്രസംഗം പ്രതീക്ഷിക്കാം. അതിന് കൈയടിക്കാൻ ആളുകളുണ്ട്. ജയ ശ്രീറാം വിളിക്കും, ഗോദി മീഡിയ അത് ആഘോഷിക്കും. അത് മൊത്തത്തിൽ നമ്മൾ എടുത്തു നോക്കിയാൽ ഒരു പാർലമെൻ്ററി പ്രാക്ടീസ് എന്ന് പറയാൻ അങ്ങനെയാണ്. അപ്പോൾ അദ്ദേഹം വരാത്തതിൽ വലിയ വിശേഷമൊന്നുമില്ല. പക്ഷേ അജിംസ് പറഞ്ഞ ഒരു അമിത്ഷാ സാധാരണ വരാറുണ്ടെന്ന് മാത്രമല്ല, അദ്ദേഹം ഗംഭീരമായ ഡിഫൻസ് BJPയുടെ ഭാഗത്തു നിന്ന് ശക്തമായിട്ട് ഡിഫൻസ് ഒരുക്കുന്ന ആളാണ്, സംസാരിക്കുന്ന ആളാണ്. പക്ഷേ ഇതിൽ അദ്ദേഹം വന്ന് കാണുന്നില്ല. അപ്പോൾ ഇന്നലെ രാഹുൽ ഗാന്ധി ലോക്സഭയിൽ ഇത് ഒരു കാര്യം പറയുന്നുണ്ട്, ഈ പെല്ലറ്റ് ഗൺ ഉപയോഗിച്ചതിനെ കുറിച്ച്. അത് നിശ്ചിതമായിട്ട് ദർ ഇസ് ബ്ലഡ് ഓൺ യുവർ ഹാൻഡ് എന്ന് പറയുന്നുണ്ട്. ഗൃഹമന്ത്രിയുടെ കയ്യിൽ രക്തക്കറയുണ്ട് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ സ്പീക്കർ വരെ ഇടപെടുന്നുണ്ട്. ഭരണപക്ഷം വലിയ ബഹളം ഉണ്ടാക്കുന്നു, അദ്ദേഹത്തിന് സംസാരിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു, പിന്നെ ഇറങ്ങി വന്ന് പത്രസമ്മേളനം നടത്തുകയാണ് ചെയ്യുക. അപ്പോൾ സഭയിൽ ഇവർ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ അമിത്ഷായാണ് പെല്ലറ്റ് ഗൺ ഉപയോഗിക്കാൻ പറഞ്ഞത് എന്നുള്ളതിന് നിങ്ങളെടുത്ത് തെളിവുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അദ്ദേഹം സഭയിൽ അദ്ദേഹത്തിന് അതിന് മറുപടി പറയാൻ പറ്റുന്നില്ല. പത്രസമ്മേളനത്തിൽ അദ്ദേഹം ചോദിക്കുന്നത് എന്താണ്, അമിത്ഷാ ഈ പെല്ലറ്റ് ഗൺ ഉപയോഗിക്കാൻ അനുമതി കൊടുത്തിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അദ്ദേഹം ഇതിൽ കൾപ്പബിളാണ്. കൊടുത്തിട്ടില്ലെങ്കിൽ അദ്ദേഹം ഇൻകോമ്പറ്റൻ്റ് ആണ്. രണ്ടും പ്രശ്നമാണല്ലോ. അപ്പോൾ ആഭ്യന്തരമന്ത്രിയുടെ അനുമതി ഇല്ലാതെയാണ്. കാരണം ആഭ്യന്തരമന്ത്രിയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിൽ വരുന്നതാണ് ഡൽഹി പോലീസ്. ഡൽഹി സ്റ്റേറ്റ് ഗവൺമെൻറ്റിൽ ഒരു റോളും ഇല്ല. അപ്പോൾ അവർ പെല്ലറ്റ് ഗൺ ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ലല്ലോ. അത് ഉപയോഗിക്കുന്ന അതിന് ചട്ടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഉപയോഗിക്കുന്നതിന്. അപ്പോൾ അനുമതി ഇല്ലാതെയാണോ കൊടുത്തിരിക്കുന്നത്? അനുമതി ഇല്ലാതെയാണോ ഉപയോഗിച്ചിരിക്കുന്നത്? അങ്ങനെയാണ് ഗുരുതരമായ പ്രശ്നമാണല്ലോ. ഇത്രയും പവർഫുള്ളായിട്ടുള്ളൊരു ആഭ്യന്തരമന്ത്രി ഉണ്ടായിരിക്കുക, അദ്ദേഹം അറിയാതെ അദ്ദേഹത്തിന് അനുമതിയില്ലാതെ ഒരു ലീത്തൽ വെപ്പൺ പിള്ളേർക്ക് മേലെ ഉപയോഗിക്കുക എന്ന് പറയുന്നത് ഗുരുതരമായ പ്രശ്നമാണ്. അദ്ദേഹം അനുമതി കൊടുത്തിട്ടാണെങ്കിൽ ഹീസ് കൾപ്പബിൾ ഉണ്ട്. അദ്ദേഹം അതിൽ കൂട്ടുപ്രതിയാണ്, അതല്ലെങ്കിൽ അദ്ദേഹം അതിൽ ഉത്തരവാദിയാണ്. ഇതാണ് രാഹുൽ ഗാന്ധി വെക്കുന്നത്. അപ്പോൾ ഇതിനെന്താ മറുപടി പറയുക? അനുമതി കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞാലും പ്രശ്നമാണ്, കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞാലും പ്രശ്നമാണ്. അപ്പോൾ പെല്ലറ്റ് ഗൺ എന്ന് പറയുന്ന, ഇപ്പോൾ ജന്തർ മന്ദിറിൽ ഈ സമരം നടന്നുകൊണ്ടിരിക്കെ ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ നേഹ പറയുന്ന ഐസയുടെ പ്രസിഡൻ്റല്ല നേഹ ബോറ, അവർ പറയുന്ന കാര്യമുണ്ട്, പെല്ലറ്റ് ഗൺ പെഹ്ലി ലാൽ ചൗക്ക് മേ ഥാ ഉസ് സമയ് ഹം സബ് നമ്മളെല്ലാവരും മൗനത്തിലായിരുന്നു. പക്ഷേ ലാൽ ചൗക്കിൽ നിന്ന് ഇവിടെ ജന്തർ മന്ദിറിലേക്ക് എത്തിയിരിക്കുകയാണ്. അത് ഭയങ്കര സ്റ്റേറ്റ്മെൻറ്റാണ്. ഇത് ലാൽ ചൗക്ക് എന്ന് പറയുമ്പോൾ കാശ്മീർ, ശ്രീനഗർ, കാശ്മീരിൽ ഇവർ എല്ലായ്പ്പോഴും ഉപയോഗിക്കുന്നതാണ്. അവിടെ പെല്ലറ്റ് ഗൺ ഉപയോഗിച്ചിട്ട് കാഴ്ച നഷ്ടപ്പെട്ട കുഞ്ഞുങ്ങൾ ഒത്തിരിയുണ്ട്. അന്ന് ആരും അതേക്കുറിച്ച്, അത് കാശ്മീരിലാണല്ലോ, ഓക്കെ ഫൈൻ. പക്ഷെ അത് ജന്തർ മന്ദിറിൽ നമ്മുടെ പിള്ളേരെ എടുത്തെത്തിയിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ പിള്ളേരെ നേരെ പെല്ലറ്റ് ഗൺ ഉപയോഗിച്ചു എന്നുള്ളൊരു സംഗതിയാണ് രാഹുൽ ഗാന്ധി പിടിക്കുന്നത്. അതായത് അജിംസ് പറഞ്ഞതുപോലെ അത് എക്കോ ചെയ്യും. അതിൻ്റെ ഒരു സംഗതി
അവിടെ വർക്ക് ചെയ്യുമെന്ന് കണ്ടുകൊണ്ടാണ്. അപ്പം ഞാൻ കാണുന്നത് ഈ വിഷയങ്ങൾ മാറ്റി നിർത്തിയാൽ ഇന്നലെ ലോക്സഭയിൽ രാഹുൽ ഗാന്ധി, മിനിയാന്ന് പ്രിയങ്ക ഗാന്ധി, ഇന്ന് രാജ്യസഭയിൽ ഖഡ്ഗെ, ഇവരെല്ലാം കൂടി നടത്തുന്ന ഒരു പെർഫോമൻസ് ഉണ്ടല്ലോ, എനിക്ക് തോന്നുന്നത് കോൺഗ്രസിൻ്റെ കഴിഞ്ഞ 12 വർഷത്തെ ഏറ്റവും മികച്ച പാർലമെൻ്ററി പെർഫോമൻസാണ്. ഇന്ന് കാണണം, ഇന്ന് വലിയ ബഹളം ഉണ്ടായി. ഒന്ന് അമിത്ഷായുടെ ഇതിനെക്കുറിച്ച് ഖഡ്ഗെ പറയുന്നു, പിന്നെ മനുസ്മൃതിയെക്കുറിച്ച് പറഞ്ഞു. അതാണ് തമാശ. മനുസ്മൃതി ഇവിടെ പഠിപ്പിക്കുകയാണ്, യൂണിവേഴ്സിറ്റികളിൽ പഠിപ്പിക്കുകയാണ്. മനുസ്മൃതി എന്ന് പറയുന്നത് ജാതീയത, ഉച്ചനീചത്വം പഠിപ്പിക്കുന്ന ഒരു പുസ്തകമാണ് എന്ന് അദ്ദേഹം പറയുമ്പോൾ JP നദ്ദ എഴുന്നേറ്റ് നിന്ന് അതിനെ കൗണ്ടർ ചെയ്യുന്നു, നിങ്ങൾ തെളിവില്ലാതെ ഇതും പറയരുതെന്നുള്ളത്. അപ്പോൾ അത് വലിയ വിവാദമാകുന്നു. സ്പീക്കറിൽ നിന്നാണ് ചെയർമാൻ ഇടപെടുന്നു, എക്സ്പെൻഡ് ചെയ്യുന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഇതിൽ മനുസ്മൃതി എന്ന് പറയുന്നൊരു സംഗതി, അപ്പോൾ മനുസ്മൃതിയെ ഇദ്ദേഹം മല്ലികാർജ്ജുൻ ഖഡ്ഗെ വിമർശിക്കുമ്പോൾ അതിനെ ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണല്ലോ BJPയുടെ നേതാവ് എഴുന്നേറ്റ് നിൽക്കുന്നത്. മനുസ്മൃതി എന്നുള്ളതൊരു ഡിബേറ്റിംഗ് പോയിൻ്റായിട്ട് വരികയാണെന്ന് വിചാരിക്കാം. അത് BJPയെ സംബന്ധിച്ച് നഷ്ടക്കച്ചവടമാണ്. മനുസ്മൃതി, പോളണ്ടിനെ കുറിച്ച് സംസാരിക്കുന്ന പറഞ്ഞാൽ മനുസ്മൃതിയെക്കുറിച്ച് സംസാരിക്കാതിരിക്കുക എന്നുള്ളതാണ് ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ BJPക്ക് നല്ലത്. പക്ഷേ അതറിയാവുന്നതുകൊണ്ടായിരിക്കാം, ഒരുപക്ഷെ നമുക്കറിയാമല്ലോ മല്ലികാർജ്ജുൻ ഖർഗെയുടെ പശ്ചാത്തലം, ദലിത് പശ്ചാത്തലം വരുന്ന ആളാണ്, ആ ഒരു പൊളിറ്റിക്സിനെ കുറിച്ച് നല്ല ധാരണയുള്ള ആളാണ്. വളരെ ബുദ്ധിപൂർവ്വമായിട്ടാണ് അദ്ദേഹം മനുസ്മൃതി ഇവിടെ കൊണ്ടുവന്നതാണ് എനിക്ക് തോന്നുന്നത്. BJP അതിൽ കൊത്തിയിരിക്കുകയാണ് ഒരർത്ഥത്തിൽ. അപ്പോൾ ആ നിലയ്ക്ക് ഗംഭീരമായിട്ടുള്ള പാർലമെൻ്ററി പെർഫോമൻസാണ് ഈ ദിവസങ്ങൾ. ഈ CJP സമരത്തിൻ്റെ വിജയം നൽകിയ ആത്മവിശ്വാസം കൂടെ അതിലൊരു ഘടകമാണ്. BJP പ്രതിരോധത്തിലേക്ക് പോയിട്ടുണ്ട്. പിന്നെ വിഷയങ്ങളുണ്ട്. ഈ CJP പ്രൊട്ടസ്റ്റ് ഒന്നുമില്ലെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ തന്നെ നീറ്റ് പ്രതിസന്ധിക്ക് ശേഷം നടക്കുന്ന ആദ്യത്തെ സെഷനാണ്, അയോധ്യ സ്കാൻഡലിന് ശേഷം നടക്കുന്ന ആദ്യത്തെ സെഷനാണ്. ആ നിലയ്ക്ക് ആയുധങ്ങൾ ഇഷ്ടം പോലെ പ്രതിപക്ഷത്തിൻ്റെ കയ്യിലുണ്ട്. അത് അവർ ഗംഭീരമായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്. ആ നിലയ്ക്ക് കോൺഗ്രസിൻ്റെ പാർലമെൻ്ററി പാർട്ടി കഴിഞ്ഞ 12 വർഷത്തെ ഏറ്റവും മികച്ച ഫോമിലാണെന്ന് പറയാൻ പറ്റും. പക്ഷെ ആ ഒരു അനുപാതത്തിൽ, ആ ഒരു പൊളിറ്റിക്കൽ ആ ഒരു വെലോസിറ്റി അതേ സ്വഭാവത്തിൽ സ്ട്രീറ്റിലേക്ക് കൊണ്ടുവരുന്നതിൽ, തെരുവിലേക്ക് കൊണ്ടുവരുന്നതിൽ കോൺഗ്രസ് ഇനിയും വിജയിച്ചിട്ടില്ല.